എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അങ്ങനെ സെൻട്രൽ ഏഷ്യ ട്രിപ്പ് ആരംഭിക്കുകയാണ്. ഇന്ന് ഞാനാണ് ഇവിടുന്ന് ട്രിപ്പ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്, UK നിന്ന്. ഞാൻ ഇവിടുന്ന് നിന്ന് തൊമ്മിച്ചാച്ചനെ പിക്ക് ചെയ്ത് നമ്മൾ സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിൽ നിന്നാണ് പോകുന്നത്. സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിൽ നിന്ന് നമ്മൾ ഇന്നത്തെ ദിവസം ഇസ്താൻബുളിലാണ്. ഇസ്താൻബുളിൽ ഒന്ന് കറങ്ങിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഒരു പകൽ നമ്മൾ ഇസ്താൻബുളിലുണ്ട്. അപ്പോൾ ഓക്സ്ഫോർഡിൽ നിന്നുള്ള അടുത്ത ഫ്രണ്ട്സ് അവരവിടെ നിന്ന് വരും. പിന്നെ സ്റ്റാൻലി ചേട്ടൻ നാട്ടിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് നേരെ നമ്മുടെ ടാഷ്കൻഡിലോട്ട് തന്നെ വന്നോളും. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. നമ്മളിപ്പോൾ സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിൽ നിന്നാണ് പോകാൻ പ്ലാൻ ചെയ്യുന്നതല്ല, നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ഇസ്താൻബുളിന്. അപ്പോൾ സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിൽ നിന്ന് നമുക്ക് രാവിലെ 7:10 എയർ പെഗാസസിൻ്റെ ഫ്ലൈറ്റാണ്. പെഗാസസ് ഒരു ബജറ്റ് ഫ്ലൈറ്റാണ്. അപ്പോൾ നമുക്ക് 8 കിലോയേ അതിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബാഗ് ശരിക്കും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 8 കിലോയുടെ കുഞ്ഞ് ഹാൻഡ് ബാഗുണ്ട്. നമ്മൾ നാട്ടിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകണേ കൂട്ട് ഹാൻഡ് ബാഗ്. പിന്നെ അലൗഡ് ആയിട്ടുള്ളത് ഇതുപോലത്തെ ഒരു ചെറിയ ഹാൻഡ് ബാഗാണ്. അത് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഷോൾഡർ ബാഗായിട്ട് ഉപയോഗിക്കാം. ഇതൊരു 2 കിലോയാണ് പറ്റുള്ളൂ. അതേസമയം നമുക്ക് ഇസ്താൻബുളിൽ നിന്ന് നമുക്ക് ഉസ്ബെക്കിസ്ഥാൻ എയറാണ്. അതിനാണെങ്കിൽ നമുക്ക് ലഗേജ് ഉണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ നിന്നുള്ളതിന് നമ്മൾ പ്രൈസ് കുറയ്ക്കാൻ വേണ്ടി, പ്രൈസ് ഏറ്റവും ചീപ്പർ കിട്ടാൻ വേണ്ടി പെഗാസസിനാണ് എടുത്തത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ലഗേജ് കൊണ്ടുപോകാം. പക്ഷേ ഇവിടെ നിന്ന് 8 കിലോയും ഈ 2 കിലോയുടെ ഹാൻഡ് ബാഗുമാണ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ ബാഗ് പാക്ക് ചെയ്തു, പാസ്പോർട്ട് എടുത്ത് വെച്ചു, പിന്നെ IDP ലൈസൻസ് എടുത്ത് വെച്ചു. IDP എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇൻ്റർനാഷണൽ ലൈസൻസ്. അപ്പോൾ ആ വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ IDP ലൈസൻസിൻ്റെ കോഡ് ഇടാന്ന് സെൻട്രൽ ഏഷ്യയോട്ട് ഡ്രൈവ് ചെയ്യാനുള്ളത്. അത് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടി. അത് 1968 എന്ന് പറയുന്ന കോഡാണ് നമുക്ക് ഈ കൺട്രിയിലോട്ട് വേണ്ടത്. വേറെ ഏതെങ്കിലും രാജ്യത്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ അതിൻ്റെ കോഡ് ചെക്ക് ചെയ്യുക. IDPയുടെ സൈറ്റിൽ, ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ സൈറ്റിൽ ചെക്ക് ചെയ്യുക. ഇപ്പോൾ സമയം 1:45. നമുക്ക് ഫ്ലൈറ്റ് രാവിലെ 7:10 അപ്പോൾ നമുക്ക് 4 മണിക്കുള്ളിൽ അവിടെ എൻ്റർ ചെയ്യണം. കാരണം നമ്മൾ എയർപോർട്ട് പാർക്കിങ്ങിൽ വാലറ്റ് പാർക്കിങ്ങിൽ ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ എയർപോർട്ടിൽ എൻട്രി ടൈം കൊടുത്തിരിക്കുന്നത് 4 മണിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 മണിക്കൂറുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 2 മണിക്ക് തൊമ്മിച്ചാച്ചനെ പിക്ക് ചെയ്ത് അവിടെ നിന്ന് അങ്ങ് പോവുകയാണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 4 മണിയാകുമ്പോഴത്തേനും അവിടെ ചെല്ലും. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ വാലറ്റ് പാർക്കിംഗ് തന്നെ ചെയ്ത് വെക്കണോണ്ട് എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടാൽ മതി. നമ്മൾ നേരത്തെ അഡ്വാൻസ് ബുക്ക് ചെയ്തുകൊണ്ട് നമ്മളവിടെ ചെന്ന് വണ്ടി നിർത്തുമ്പോൾ അതിന് ഗേറ്റ് ഓപ്പൺ ആവും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ നമ്മൾ കൊണ്ടുപോയി പാർക്ക് ചെയ്താൽ മതി. പാർക്ക് ചെയ്തിട്ട് അവിടെ ഓഫീസിൽ കൊണ്ടുപോയി കീ കൊടുത്തിട്ട് പോയാൽ മതി. നമ്മൾ പണ്ട് നാട്ടിലൊക്കെ പോയ അതേ രീതി തന്നെ. എയർപോർട്ടിൽ വിട്ടാലും പോണ വഴി കാണാം. അങ്ങനെ ഞാൻ ഇപ്പോൾ തുമ്മിച്ചാച്ചൻ്റെ അടുത്ത് വന്നു. ഇനി നമുക്ക് ആളെ പോയി വിളിക്കാം. ആൻറ്റി ബാഗൊക്കെ ആയിട്ട് വന്നിട്ട്. ടിക്കറ്റ് വേണ്ടല്ലോ, ടിക്കറ്റ് നമ്മുടെ കൈ ഇതിലല്ലേ. ചെറിയ ബാഗ് കിട്ടിയല്ലേ. അങ്ങനെ അച്ചാച്ചനും റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടുന്ന് സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിന് വിട്ടേക്കാം അല്ലേ? എന്നാൽ പോയേക്കാം. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോൾ കാറിൽ കയറി. നമുക്ക് ഇവിടുന്ന് 2 മണിക്കൂറാണ് കാണിക്കുന്നത്. 121 മൈൽ. നമ്മൾ 3:51 എത്തുമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളായിരിക്കും ആദ്യം എയർപോർട്ടിലെത്തുന്നത്. ഓക്സ്ഫോർഡിൽ നിന്നുള്ളൊരു അവർ 2:30 ഇറങ്ങുള്ളൂ. പിന്നെ അച്ചാച്ചൻ്റെ കൂടെ കയറി ഇരിപ്പുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിൽ എത്തി. നമ്മൾ മീറ്റ് ആൻഡ് ഗ്രീറ്റിലാണ് ഇപ്പം നിൽക്കുന്നത്. അതായത് ഇതെവിടെയാണ് മീറ്റ് ആൻഡ് ഗ്രീറ്റ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കയറി ഇതിലെ വന്ന് വണ്ടി ഇവിടെ കൊണ്ടുപോയിട്ട് ഇതുപോലെ വണ്ടി കൊണ്ടുപോയിടാം. എന്നിട്ട് ഇനി നമ്മൾ കീ ഡ്രോപ്പ് ചെയ്യാൻ പോകണം. കീ ഡ്രോപ്പ് ചെയ്യാൻ പോകണമെങ്കിൽ ഇത് കണ്ടോ, ഇവിടെ റിസപ്ഷൻ ഉണ്ട്, അവിടെ കൊണ്ടുപോയി കീ കൊടുക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈസിയാണ്. നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലാണ് തന്നെ മീറ്റ് ആൻഡ് ഗ്രീറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ. മറ്റേ ലോങ് സ്റ്റേ അല്ല. നമുക്കെന്നാൽ കീ കൊടുക്കാൻ പോകാം. ഇതിൽ ആൾക്കാർ പോകാൻ അതിന് ലൈനുണ്ട്, അതിലങ്ങ് പോയേക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ മീറ്റ് ആൻഡ് ഗ്രീറ്റിൻ്റെ ചെക്ക് ഇൻ കൗണ്ടറിൽ വന്നു. ഇതാണത്. അവിടെ വന്ന് നമ്മൾ കീ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ നമ്മൾ അവിടെ നിന്ന് ആ വണ്ടി പാർക്ക് ചെയ്ത് ഉടനെ തന്നെ ഒരു കാർഡ് തന്നു. ആ കാർഡിൽ
നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറൊക്കെ ഉണ്ട്. തിരിച്ചു വരുമ്പോൾ ടൈം എന്തെങ്കിലും ചേഞ്ച് ഒക്കെ ആവുകയാണെങ്കിൽ അതിലൊരു സ്റ്റിക്കർ ഒട്ടിച്ചു. അപ്പോൾ ഈ ബാർകോഡ് വെച്ചാണ് തിരിച്ചു വന്നു കഴിയുമ്പോൾ അവർ കീ നമുക്ക് തരുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇവിടുത്തെ പ്രോസസ്സ്. ഇത് ഈസിയാണ്. നമുക്ക് ഇവിടുന്ന് തന്നെ എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട് പോകാം. നമ്മൾ അവിടെ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് വണ്ടി പാർക്ക് ചെയ്താലുള്ള ഗുണം. ഇത് നേരെ ഇപ്പോൾ ഈ കയറണം കണ്ടോ, ഈ താഴെ ഇതെല്ലാം എയർപോർട്ടാണ്. നമ്മൾ മീറ്റ് ആൻഡ് ഗ്രീറ്റിൽ വണ്ടി പാർക്ക് ചെയ്താൽ നേരെ എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ടാണ്, ടെർമിനലിലോട്ടാണ് വരുന്നത്. നമുക്ക് ബസ് പിടിക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ്സ് നടക്കാനുണ്ടാവുള്ളൂ. ഇപ്പോൾ ഇവിടെ നിന്ന് ഈ എക്സലറേറ്റർ കയറിയിട്ടുണ്ടെങ്കിൽ ടെർമിനലിലോട്ട് എത്തും. നമ്മളങ്ങനെ ടെർമിനലിൻ്റെ ഉള്ളിലെത്തി. ഇനി ഇത് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെഗാസസിൻ്റെ ഇത് കണ്ടുപിടിക്കണം. അതെവിടെയാണ് നമ്മൾ ഡിപ്പാർച്ചർ ചെയ്യുന്ന സ്ഥലം കണ്ടുപിടിക്കണം. പിന്നെ നമ്മുടെ കൂടെ വരുന്ന ഫ്രണ്ട്സിനെ എല്ലാം മീറ്റ് ചെയ്യണം. അതാണ് അടുത്തത്. നമ്മൾ ചെക്കിൻ എല്ലാം കഴിഞ്ഞ് വന്നിരിക്കുന്നു. ഇനി ഇവിടുന്ന് ഒരു ട്രെയിനെ കയറി വേണം പോകാൻ. നമ്മുടെ ആൾക്കാരെല്ലാം ഉണ്ട് ഇവിടെ. എല്ലാവരും വന്നു. ഇതാണ് ഒരു ട്രാം പോലെ ഒരു സാധനമാണ്. അതിലാണ് നമുക്ക് കയറി പോകേണ്ടത്. ട്രാമേ കയറി വേണം പോകാൻ. നമ്മുടെ എബിച്ചേട്ടൻ, പ്രമോദ് ചേട്ടൻ, ഷായ് ചേട്ടൻ, പിന്നെ ആരാ, ലിയോസ്, ബേബി ചേട്ടനെ മാത്രമായിരിക്കും പരിചയപ്പെടാത്ത. ബേബി ചേട്ടൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രിപ്പിലില്ലായിരുന്നു. ഇപ്രാവശ്യം പുതിയതായിട്ടുള്ള ആളാണ്. നമ്മൾ ഒന്ന് ഗേറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. (1 to 19) ഗേറ്റാണ്. നമ്മുടെ ഗേറ്റ് നമ്പർ എത്രയായിരുന്നു? നമ്പർ 5 ആണ്. നമ്മൾ നമ്പർ 5 പോകണം. അടുത്ത് ഇനിയും കയറണം. കുറേ എക്സലറേറ്റർ കയറാനുണ്ട്. അപ്പോൾ നമ്മൾ പെഗാസസ് ഫ്ലൈറ്റിനാണ് പോകുന്നത്. ലിയോസ്, ഇവിടുന്ന് എത്ര മണിക്കൂറുണ്ടെന്ന് പറഞ്ഞേ? 4 മണിക്കൂർ. അപ്പോൾ 4 മണിക്കൂറുണ്ട് നമുക്ക് ഇവിടുന്ന് ഇസ്താൻബുളിന്. പെഗാസസ് PC1178. ഗോ ടു ഗേറ്റ് നമ്പർ 5. ഇത് ബഡ്ജറ്റ് ഫ്ലൈറ്റാണ്. മീൻസ് നമുക്ക് ഫുഡൊന്നും കിട്ടില്ല. അങ്ങനെയുള്ള ഫ്ലൈറ്റാണ്. ഷായിച്ചേട്ടാ, എന്നെ ഇങ്ങനെ ഇരിക്കണം, മൊബൈലിൽ പോകണമെന്നുണ്ട്. എന്നാ പറയാനുള്ളത്? നമ്മളുടെ ഈ വർഷത്തെ 2024 മഹനീയമായ ട്രിപ്പ് നമ്മൾ ഇവിടെ നിന്ന് ആരംഭിക്കാൻ പോവുകയാണ്. വളരെ നയനമനോഹരമായ കാഴ്ചകൾ കാണാനുള്ള ഭാഗ്യം ഈ പോകുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ജാഥ ക്യാപ്റ്റൻ ലിയോസിനെ പ്രത്യേകം അനുമോദിച്ചുകൊണ്ട് ആശംസകൾ അർപ്പിക്കുന്നു. ലിയോസിന് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രത്യേകിച്ചൊന്നും പറയാനില്ല, വഴിയേ പറയാം. ചേട്ടാ, ഹലോ. നമ്മുടെ സെൻട്രൽ ഏഷ്യ 4 രാജ്യങ്ങൾ കാണാനുള്ള വളരെ എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങളെല്ലാവരും എയർപോർട്ടിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ഇവിടുന്ന് പെഗാസസ് ഫ്ലൈറ്റിൽ ഞങ്ങൾ ഇസ്താംബുളിൽ പോയി ഇറങ്ങി അവിടുന്ന് നമ്മൾ താഷ്കണ്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിൽ ഇങ്ങനെ ഇരിക്കുന്നു. പ്രമോദ് ചേട്ടാ, എല്ലാം ഓക്കെ ആണോ? നമ്മുടെ യാത്രയിൽ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും മംഗളാശംസകളും അല്ലേ? ഒപ്പം അത് അനുഗ്രഹം കൊടുക്കും. ദേവിച്ചേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ? യാത്ര പോകുന്നത് എനിക്ക് എന്നാ പറയാനാ? ദേവിച്ചേട്ടന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എല്ലാം നന്നായി വരട്ടെ. ബോർഡിംഗ് പാസിന്റെ ടെൻഷനില്ല. അങ്ങനെ നമ്മൾ അവസാനം ബോർഡിങ് ചെയ്തു. ഒരു അരമണിക്കൂർ ലേറ്റാണ്. നമ്മൾ കുറച്ച് മുന്നേ ഇറങ്ങി പോകാനുണ്ട്. ഫ്ലൈറ്റ് ഇവിടെ കിടപ്പുണ്ട്, അതേ കയറി വേണം പോകാൻ. ഈ കിടക്കണതാണ്. സ്റ്റെയർ കയറി വേണം പോകാൻ. ഈ ഫ്ലൈറ്റിനാണ് പോണേ. ചെറിയ ഫ്ലൈറ്റാണ്, പെഗാസസിൻ്റെ ഫ്ലൈറ്റ് ഇതാണ്.